കേരളത്തെക്കുറിച്ചുള്ള സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ട് പക്ഷപാതപരമെന്ന വി ഡി സതീശന്റെ വാദം പൊളിയുന്നു. സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ട് സ്വതന്ത്ര ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. വിജൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജൻ, ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനുള്ള നിലപാടിനെ പാടെ പൊളിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. എന്തൊക്കെയാണ് വിശദീകരണം, എന്തൊക്കെയാണ് വ്യക്തത വരുത്തിയിരിക്കുന്നത്? എന്നെ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് കേരളം പണം നൽകി ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് കൃത്യമായി വിശദീകരിക്കുന്നതാണ്. ഇക്കാര്യങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ആഗോള ഇന്നോവേഷൻ ആവാസ വ്യവസ്ഥ വികസനത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്റ്റാർട്ടപ്പ് ജീനോം. 55 രാജ്യങ്ങളിൽ നിന്നുള്ള 160-ൽ പരം സാമ്പത്തിക ഇന്നോവേഷൻ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ് സ്റ്റാർട്ടപ്പ് ജീനോം എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് രംഗത്തെ വലിയ വിശ്വാസ്യതയാണ് ജീനോം റിപ്പോർട്ടിനുള്ളത്. 2021 മുതൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ജീനോമിൽ അംഗമാണ്. അംഗത്വ വിസായി ഇതുവരെ $48,000 നൽകിയിട്ടുള്ളതെന്നും സ്റ്റാർട്ടപ്പ് മിഷൻ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളും സ്റ്റാർട്ടപ്പ് ജീനോമിൽ അംഗങ്ങളാണ്. സ്വതന്ത്ര ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കി പക്ഷപാതമില്ലാതെയാണ് സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എന്നും വ്യക്തമാക്കുന്നു. 2019-21 കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021-23 കേരളം സ്റ്റാർട്ടപ്പ് മൂല്യത്തിൽ 254% വർധനവ് കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിലുള്ള സർക്കാരുകൾ, ഒപ്പം തന്നെ ഇന്നോവേഷൻ ഏജൻസികൾ, സ്റ്റാർട്ടപ്പ് ക്ലസ്റ്ററുകൾ എന്നിവയുടെ മികച്ച മാതൃകകൾ മനസ്സിലാക്കാനാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതനുസരിച്ച് നൂതന വികസന നയങ്ങൾ രൂപീകരിക്കുന്നതിനും സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ട് ആധാരമാക്കാറുണ്ട്. 2018, 19, 2020 എന്നീ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ സ്റ്റാർട്ടപ്പ് പെർഫോം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2022-ൽ തമിഴ്നാടിനും കേരളക്കും ഒപ്പം തമിഴ്നാടിനും കർണാടകത്തിനുമൊപ്പം സ്റ്റേറ്റ് റാങ്കിംഗ് പെർഫോം ഫ്രെയിംവർക്കിൽ ബെസ്റ്റ് പെർഫോമറായും കേരളത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ടിന്റെ വിശ്വാസ്യത കൂടിയാണ് എന്നും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. എന്തായാലും വി ഡി സതീശൻ ഇന്നലെ മുതൽ ഉന്നയിച്ച ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉയർത്തിയ വിവാദങ്ങൾ പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പങ്കുവച്ചിരിക്കുന്നത്. അന്ന. ശരി, വിജൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.